കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ മിസൈലുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ കേരളത്തിലെ കുറച്ച് ഇറാൻ ഫാൻസുകൾ അതിനെ കളിയാക്കിക്കൊണ്ട് വന്നിരുന്നു. അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇന്നത്തെ ചർച്ചയിൽ എന്തുകൊണ്ടാണ് ഇറാനെ പരിഹസിക്കാനുള്ള കാരണം എന്നുള്ളത് വ്യക്തമാക്കാമെന്ന് ഞാൻ കരുതി. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇറാന്റെ മിസൈലുകൾ 300-400 മിസൈലുകൾ അടിച്ചു വിട്ടുപോയി എന്നല്ലാതെ ഏതെങ്കിലും ഒരു മിസൈലെങ്കിലും ഇസ്രായേലിന്റെ അകത്ത് പ്രവേശിക്കാൻ പറ്റിയിരുന്നോ? എന്തുകൊണ്ടാണ് അതിന് സാധിക്കാതിരുന്നത്? ഇറാന് ഇസ്രായേൽ പെൺകുഞ്ഞിന് പരിക്ക് പറ്റിയെന്നല്ലാതെ ആ കുഞ്ഞിന് പരിക്ക് പറ്റിയത് മിസൈല് വന്ന് പതിഞ്ഞിട്ടൊന്നും അല്ല. ഇസ്രായേലിന്റെ തെക്കൻ നെഗേവ് മരുഭൂമിയിൽ ഇറാന്റെ മിസൈൽ ഇസ്രായേൽ ഇല്ലാതാക്കിയപ്പോ ചിന്നിച്ചിതറിപ്പോയ കഷ്ണങ്ങളിൽ ഒന്ന് അതിന്റെ ദേഹത്ത് പതിച്ചു. അങ്ങനെയാണ് ആ കുഞ്ഞിന് പരിക്കേറ്റത്. അല്ലാതെ ഒരു മിസൈൽ പോലും ഇസ്രായേൽ അകത്ത് പ്രവേശിച്ചിട്ടില്ല. ഇറാൻ അവിടുന്ന് തൊടുത്തു വിടുമ്പോൾ തന്നെ ഇസ്രായേൽ എന്ത് ചെയ്യും? അതങ്ങ് നശിപ്പിക്കും. ഇതിനൊരു കാരണം ഇറാൻ അവതരിപ്പിച്ച ഷഹീദ് 136 എന്ന ഒരു ഡ്രോണിന്റെ പൂർണ്ണ പരാജയം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ ഇതിനെ ഡ്രോൺ എന്ന് വിളിക്കാനൊന്നും കഴിയില്ല. കാരണം ഇതൊരു പപ്പറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രമാത്രം നിരുത്സാഹജനകമായിട്ടുള്ള ഒരു ഉപകരണം എന്ന് തന്നെ പറയാം. ഇതിനും ഭേദം ഇറാൻ ഈ ഷഹീദ് പുറത്തിറക്കാതിരിക്കുന്നതായിരുന്നു. പുറത്തിറക്കാതിരുന്നേൽ അങ്ങനെ ഒരു ചെറിയൊരു ഭയം ലോകരാഷ്ട്രങ്ങൾ ഇറാന് സൃഷ്ടിക്കാമായിരുന്നു. ഇതിപ്പോ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അയ്യേ ഇത്രയുള്ളൂ എന്ന് പറയിപ്പിച്ചില്ലേ ഇറാൻ. ഇനി ഷഹീദ് 136നെ കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ 11 അടി നീളവും 440 പൗണ്ട് ഭാരവുമാണ് ഈ ഷാഹിദിന് 136നുള്ളത്. ഇതിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. അവിടുന്ന് വിടുമ്പോൾ തന്നെ എല്ലാവർക്കും, അതായത് ഇസ്രായേലിന് അറിയാൻ പറ്റും അവിടുന്ന് തിരിച്ചിട്ടുണ്ട് ഷാഹിദ് എന്ന്. അപ്പോഴേക്കും അതിനെ നശിപ്പിക്കാൻ ഇസ്രായേൽ ഒരുങ്ങിക്കഴിഞ്ഞു. മാത്രമല്ല ഇതിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 200 കിലോമീറ്റർ സ്പീഡ് മാത്രമേ ഉള്ളൂ. ഇസ്രായേലിന്റെ ആരോ പോലുള്ള മിസൈലുകൾക്ക് 1500 കിലോമീറ്റർ സ്പീഡാണുള്ളത്. അത് ശ്രദ്ധിക്കണം. ആ സ്ഥാനത്താണ് ഈ 200 കിലോമീറ്റർ സ്പീഡുമായിട്ട് ഇറാന്റെ വരവ്. ഇറാന്റെ ഡ്രോൺ അവിടുന്ന് ഇഴഞ്ഞു വരുമ്പോഴേക്കും അത് നശിപ്പിച്ചു കഴിഞ്ഞു ഇസ്രായേല്. അവിടെയാണ് ആനയും ഉറുമ്പുമായുള്ള ഒരു വ്യത്യാസം കാണുന്നത്. അല്ലാതെ ഈ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയല്ല ഇവിടെ ചെയ്തത്. ഈ ഇറാന്റെ ഡ്രോണിന് ആകെ 40 കിലോ സ്ഫോടന വസ്തുക്കൾ മാത്രമേ ക്യാരി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനിയിപ്പോ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് ആണെങ്കിൽ ആകെ 100 കിലോ ഭാരം മാത്രമേ അതിൽ കൊള്ളുള്ളൂ. ഇപ്പൊ 2014 ഇറാനിൽ നടന്ന ഒരു എക്സിബിഷനിൽ ഷാഹിദ് 136 ആദ്യമായിട്ട് നിരീക്ഷിച്ചത്. അന്ന് ഇത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് ഒരു മെസ്സേജ് വിടാൻ, അല്ലെങ്കിൽ ഞങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് എന്ന് സന്ദേശം വിടാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം മാത്രമേ ഉള്ളൂ. അല്ലാതെ ആക്രമിക്കാനൊന്നും പറ്റുന്ന ഒന്നല്ല ഈ ഷാഹിദ് 136. ഇസ്രായേൽ ഷാഹിദ് പൊങ്ങുമ്പോൾ തന്നെ അടിച്ചിടും. അപ്പോൾ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ശരിക്കും ഉള്ളത്? ഇതുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ വിരട്ടാൻ പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഫെയിലിയർ ആയി പോയത്. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇറാനെ എല്ലാ ലോകരാഷ്ട്രങ്ങളും കളിയാക്കുന്നത്. ഇസ്രായേൽ ഭയക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ എഴുതി വിട്ടിട്ടുണ്ട്. എന്തറിഞ്ഞിട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ആദ്യം യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കൂ. എന്തുകൊണ്ടാണ് ഇറാന്റെ വെപ്പൺസിനെ കളിയാക്കുന്നതെന്ന്. ഇസ്രായേൽ പവർഫുൾ തന്നെയാണ്. ഇസ്രായേൽ ഇതുവരെ അതിന്റെ ശക്തി ഇനിയും കാണിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇറക്കുമതി ചെയ്യാനുള്ള അതിഭീകരമായിട്ടുള്ള വെപ്പൺസ് ഇനിയും ഇസ്രായേൽ പുറത്തിറക്കാനുണ്ട്. അതൊന്നും പുറത്തിറക്കാനുള്ള ഒരു അവസരം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് ഇത്രമാത്രമാണ്. ഇസ്രായേലിന്റെ മുകളിൽ ഇറാന് വളരാൻ കഴിയില്ല. അത് ഉറപ്പാണ്. ഇതൊരു ഫാക്റ്റ് ആണ്, അല്ലാതെ മാനിപ്പുലേഷൻ ഒന്നുമല്ല.